നമുക്കിന്ന് ഒരു ചായമൻസ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. ദേ നോക്കൂ, എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെയുണ്ട് ഈ ചെടി. ഇതൊരു 3-4 വർഷമായി ഇവിടെ കൊണ്ടുവന്നിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴീ വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ട് ചായമൻസ ഒന്ന് തോരൻ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ തളിർത്ത് വരുന്ന ഇല വേണം നുള്ളിയെടുക്കാൻ. നമുക്ക് ആവശ്യത്തിന് ഇത് നുള്ളിയെടുക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് പച്ചമുളകുണ്ട്, വയലറ്റ് മുളക്, അല്ലാതുള്ള മുളകുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 3-4 മുളകും കൂടി അങ്ങ് എടുത്തു. ഇത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ടിരിക്കണം. കറയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. നന്നായി കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സാധാരണ ചീര എടുക്കുന്നത് പോലെ തന്നെ ഇത് നന്നായി അരിഞ്ഞെടുക്കുക. ഈ ചീരയ്ക്ക് പ്രത്യേകിച്ചൊരു ഗുണമുണ്ട്. ഈ ചീര എന്ന് പറയുന്നത് എല്ലിനും കാഴ്ചകൾക്കും ഒക്കെ ഏറ്റവും ഉത്തമമാണ്. ഇതിനെക്കുറിച്ച് വളരെ വളരെ ആരോഗ്യകരമായിട്ടും ഗുണകരമായിട്ടും ഒക്കെയാണ് പറയുന്നത്. ഇതിന് കുറച്ച് കട്ടുണ്ട് ഇതിന്. അതുകൊണ്ട് നമ്മളിതിനെ കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് വേവിക്കണം. ഞാൻ കുറച്ച് കല്ലുപ്പ്, അതേ ക്രിസ്റ്റലും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആദ്യം ഒന്ന് അടച്ച് വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ പിന്നെ വലുതായിട്ട് അടയ്ക്കണമെന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ വെള്ളം വറ്റി വരുന്ന സമയത്താണിത് വേകുന്നത്. ഇത് എപ്പോഴും നമ്മൾ ഈ മൺചട്ടിയിൽ മാത്രമേ ഇത് വയ്ക്കാവുള്ളൂ, വേറെ ഒരു പാത്രത്തിലും വയ്ക്കരുത്. മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല സ്വാദുണ്ടാവും. ഇനി ഇത് വെന്തൂന്ന് കണ്ടപ്പോൾ അതിന് നമുക്ക് അരച്ചിടാം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടുതലിടണം, കറിവേപ്പില, ഇതെല്ലാം കൂടി നമ്മൾ അരച്ചിടണം. അതിന് മുമ്പായിട്ട് ഇതിന് കുറച്ച് സവാള ഒക്കെ ചേർക്കണമല്ലോ. അപ്പോൾ അരപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ഗുണമുള്ള ഒരു ചീരയാണിത്. എല്ലാതരം ചീരകളും നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ഈ ചായമൻസയുടെ ചീര എന്ന് പറയുന്നത് വളരെ അത്യുത്തമമായിട്ടുള്ളതാണ്. എല്ലാ രീതിയിലും മഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ. ഇതെല്ലാം ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കേണ്ടതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് കടുകൊക്കെ വറുത്ത് വറ്റൽമുളകൊക്കെ കൂടി യോജിപ്പിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി തോരൻ്റെ രീതിയിൽ തന്നെ ആയി വരുമ്പോൾ തന്നെ നല്ല രുചികരമായിട്ടുള്ള ഒരു തോരനാണ് ഈ ചായമൻസ. എല്ലാവരും ഈ ചായമൻസ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിത് കഴിക്കണം. എല്ലാ ചീരകൾക്കും കാഴ്ചശക്തി കിട്ടും, എങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.